ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ രാവിലെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് അമലും അച്ചുവും മോഹൻചേട്ടനും ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഒരു നെയ്ച്ചോറും ചിക്കൻ പെരട്ടും ഒക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നാളെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. ചേട്ടൻ ഡ്യൂട്ടിക്കും കയറി, ഞാൻ സ്കൂളിൽ പോവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൂടാന്ന് കരുതിയിട്ട് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്ന കടയുടെ ഫ്രണ്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ഇത് കണ്ടോ, പൈനാപ്പിൾ തോട്ടമാണ്. നമ്മുടെ വയൽ കാണുന്ന പോലെ ഉണ്ട്. പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് റംബുട്ടാൻ്റെ ഒരു തോട്ടവും ഉണ്ട്. റംബുട്ടാൻ പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും റംബുട്ടാനും പൈനാപ്പിളും ഇത് തന്നെ. അങ്ങനെ വീഡിയോ ഞാൻ എടുത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളിയാണ്. ഏത് സ്ഥലത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുത്താലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു എന്താ പറയുക, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളെന്നൊന്ന് പറയാം. അങ്ങനെ ചിക്കൻ എന്നെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് മറന്നുപോയി, റേഷൻ മേടിക്കാൻ പോകണം കേട്ടോ. അതായത് റേഷൻ കടയിൽ സാധനവും വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാർഡ് കട്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചിക്കനും വാങ്ങിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറുകയാണ്. ചേട്ടനൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം റെഡി ആവണം. ഇപ്പം തന്നെ ഒന്ന് ലേറ്റായി. അപ്പം ചിക്കൻ ഞാൻ മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരട്ടുകയാണ് കേട്ടോ. വരട്ടി അതങ്ങ് മാറ്റി. പിന്നെ റൈസിനുള്ള പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ റൈസും ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ. ഞാനിങ്ങനെ വെള്ളം അളന്നാണ് വെച്ച് അരി വെറ്റിച്ച് ചോറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ കുറേയും ഞാൻ ആദ്യം മുതലേ ഒന്നും വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അമലും അച്ചും വന്ന പാടെ തന്നെ അവർ പുറത്ത് ഏഷ്യാഡ് മേടിക്കാൻ പോയി. ഇവിടെ ഈ ബീഫും ബീഫിൻ്റെ എല്ലും കപ്പയും കൂടെ ചേർത്ത് ഇവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ, ഏഷ്യാഡ് എന്ന് പറയാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേട്ടൻ നാളെ പോകുന്നതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അയൺ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഏഷ്യാഡ് വാങ്ങിച്ച് അവരെത്തി. അടിപൊളി ടേസ്റ്റായിട്ടോ, നല്ല എരിവാണ്. കപ്പയും ബീഫിൻ്റെ എല്ലും ഒക്കെ കുഴച്ചിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോഹൻ ചേട്ടൻ വരുന്നു. മോഹൻ ചേട്ടൻ വന്ന് വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടാണ്. ചേട്ടൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോറൊക്കെ കൊടുത്തുട്ടോ നെയ്ച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കേ.